ബോധി അക്കാദമിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠഭാഗവുമായിട്ടാണ്. ദ്വിതീയ പാഠ കോരുക്. ആയുർവേദ ചികിത്സാ മണ്ഡലെ പ്രസിദ്ധേഷു കേരളീയേഷു അന്യതമഃ ആസീത് ആലത്തിയൂർ നമ്പി. ആയുർവേദ ചികിത്സാ പാരമ്പര്യത്തിലെ പ്രസിദ്ധനായ, അതായത് കേരളത്തിലെ പ്രസിദ്ധനായ ഒരാളായിരുന്നു ആലത്തിയൂർ നമ്പി. സഹ പ്രതിദിനം കുലദേവതാ മന്ദിരം ഗച്ഛതി സ്മ. അദ്ദേഹം ദിവസവും കുലദേവതാ മന്ദിരം ഗച്ഛതി സ്മ. അദ്ദേഹം ദിവസവും കുലദേവതാ മന്ദിരത്തിൽ, ക്ഷേത്രത്തിൽ പോയിരുന്നു. മധ്യമാർഗേ സഹ കോരുകിതി രഡന്തോ ഗഗൗ അപശ്യത്. അദ്ദേഹം പോകുന്ന വഴിയില് കോരുക് എന്ന് പറയുന്ന 2 പക്ഷികളെ കണ്ടു. ഇനി അടുത്ത പേജ് നോക്കാം. തയോഹോ ശബ്ദേഹി ആകൃഷ്ടഃ വിശേഷജ്ഞോ വൈദ്യഃ തത്ര കഃ അരൂക് ഇതി പ്രശ്നഃ നിലീയമാനഃ ഇതി അചിന്തയത്. അവരുടെ ശബ്ദത്തിൽ ആകൃഷ്ടനായ ആ വൈദ്യൻ ആരാണ് ആരോഗ്യവാൻ എന്ന പ്രശ്നത്തിന് നിലീയമാനഃ ഇതി അചിന്തയത്, മറഞ്ഞിരുന്ന് അദ്ദേഹം ചിന്തിച്ചു. സഹ ഏവം പ്രത്യവദത്. അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹം അതിന് മറുപടി പറയാണ്. കാലേ ഹിതമിത ഭോജി കൃതചംക്രമണ ക്രമേണ വാമശയി അവിരുദ്ധ മൂത്രപൂരിഷ സ്ത്രീഷു യഥാത്മജ യോ നര സോരുക് ഇതി. അദ്ദേഹം ഇപ്രകാരം മറുപടി പറയാണ്. എന്താണ് മറുപടി പറയുന്നത്? കാലേ ഹിതമിത ഭോജി കൃതചംക്രമണ ക്രമേണ വാമശയി. കാലേ ഹിതമിത ഭോജി, യഥാസമയം ഹിതമായും മിതമായും ഭക്ഷണം കഴിക്കുന്നവനും, കൃതചംക്രമണ ക്രമേണ വാമശയി, കൃതചംക്രമണ അതായത് ഭക്ഷണത്തിന് ശേഷം നടക്കുന്നവനും, ക്രമേണ വാമശയി ഇടതുഭാഗം ചേർന്ന് ഉറങ്ങുന്നവനും, അവിരുദ്ധ മൂത്രപുരുഷ മലമൂത്ര വിസർജനം യഥാസമയം ചെയ്യുന്നവനും, സ്ത്രീഷു യഥാത്മജ യോ നര സോരുക്, സ്ത്രീ വിഷയങ്ങളില് അത്യാസക്തി ഇല്ലാത്തവനും ആയിട്ടുള്ളവൻ ആരാണോ അവനാണ് ആരുക്, അവനാണ് ആരോഗ്യമുള്ളവൻ എന്നിവിടെ പറയാണ്. ആരോഗ്യമുള്ളവൻ എന്നാണെന്നുള്ളത് ഇവിടെ അദ്ദേഹം പറയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ്, അതിന്റെ താഴെയുള്ള പാരഗ്രാഫ് നോക്കാം. വൈദ്യസ്യ പ്രതിവചനേന തൃപ്തൗ തൗ ഗഗൗ തദൈവ അപ്രദശോ അഭവതാം. വൈദ്യന്റെ മറുപടി കേട്ടിട്ട് തൃപ്തരായ ആ 2 പക്ഷികളും തദൈവ അപ്രത്യക്ഷോ അഭവത്, പെട്ടെന്ന് തന്നെ അവിടുന്ന് അപ്രത്യക്ഷരായി പോയി. ദിനദ്വയ അനന്തരം ദൗബാലൗ വൈദ്യസ്യ സമീപം ആയുർവേദ പഠനാർത്ഥം ആഗച്ഛതാം. ദിനദ്വയ അനന്തരം 2 ദിവസത്തിന് ശേഷം ദൗബാലൗ 2 ആൺകുട്ടികൾ വൈദ്യസ്യ സമീപം, വൈദ്യന്റെ സമീപം ആയുർവേദ പഠനാർത്ഥം ആഗച്ഛതാം, ആയുർവേദം പഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് വന്നു. തൗ ശിക്ഷത്വേന സ്വീകൃത്യ വൈദ്യ പാഠനം ആരംഭത. അവരെ ശിക്ഷത്വം സ്വീകരിച്ച് വൈദ്യനിൽ നിന്ന് പഠനം ആരംഭിച്ചു. തൗ അതീവ സമർത്ഥാവഭി വിവിധൈഹി ചാബല്യൈഹി ഗുരും ക്ലേശിതവന്തോ. തൗ അതീവ സമർത്ഥ, അവര് അതീവ സമർത്ഥരായിരുന്നു, അവര് അതീവ ബുദ്ധിമാന്മാരായിരുന്നു എങ്കിലും വിവിധൈഹി ചാബല്യൈഹി ഗുരും ക്ലേശിതവന്തോ, വിവിധ കുസൃതികളാൽ ഗുരുവിന് വളരെ ക്ലേശിക്കേണ്ടതായി വന്നു. അവരുടെ വിവിധ കുസൃതികൾ കൊണ്ട് ഗുരു വളരെ ക്ലേശിക്കേണ്ടതായിട്ട് വന്നു. ഏകസ്മിൻ ദിനെ കശ്ചന ഗ്രാമീണഃ അസഹ്യമാന ശിരോവേദനയാ വൈദ്യസ്യ ഗൃഹം പ്രാപ്തവാൻ. ഒരു ദിവസം ഒരു ഗ്രാമീണൻ അസഹ്യമായ തലവേദനയാൽ വൈദ്യസ്യ ഗൃഹം പ്രാപ്തവാൻ, വൈദ്യന്റെ ഗൃഹത്തിലേക്ക് വന്നു. തസ്മിൻ അവസരെ വൈദ്യ തത്ര നാസീത്. ആ അവസരത്തില് വൈദ്യൻ അവിടെ ഉണ്ടായിരുന്നില്ല. തൗ ശിക്ഷൗ ഗ്രാമീണം തം പ്രകോഷ്ഠമാനീയ രോഗഹേതും വിഘ്നായ മസ്തകെ ഔഷധലേപനം അകുരുതാം. തൗ ശിക്ഷൗ, ആ 2 ശിഷ്യന്മാരെ ഗ്രാമീണനെ തം പ്രകോഷ്ഠമാനീയ
അവിടെയുള്ള ഒരു മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് രോഗകാരണം അറിഞ്ഞ് മസ്തകെ ഔഷധ ലേപനം അകുരുതാം, അദ്ദേഹത്തിന്റെ തലയില് മസ്തകത്തില് ഔഷധ ലേപനം മരുന്ന് പുരട്ടിക്കൊടുത്തു. തദനന്തരം തസ്യ കപാലമുദ്ഘാട്യ മസ്തകസ്ഥാൻ കീടാൻ നിർമാർജ പൂർവവത് സ്ഥാപിതവന്തോ. അതിനുശേഷം അദ്ദേഹത്തിന്റെ കപാലമുദ്ഘാട്യ തലയോട്ടി എടുത്തിട്ട് മസ്തകസ്ഥാനം കീടാൻ നിർമാർജ, ആ മസ്തകത്തിൽ നിന്ന് കീടങ്ങളെ നിർമാർജനം ചെയ്ത് വീണ്ടും അതുപോലെ തന്നെ സ്ഥാപിച്ചു. വൈദ്യസ്യ പുത്രസ്തു നിലീയ ഏതത് സർവം പശ്യതി സ്മ. വൈദ്യന്റെ പുത്രനാകട്ടെ നിലീയ ഏതത് സർവം പശ്യതി സ്മ, ഇതൊക്കെ ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. യഥാ വൈദ്യ പ്രത്യാഗത തഥാ വൈദ്യപുത്ര സർവമപി വൃത്താന്തം പിത്രേ നിവേദയത്. അതിനുശേഷം വൈദ്യൻ തിരിച്ചു വന്നു. തിരിച്ചെത്തിയ വൈദ്യനോട് തഥാ വൈദ്യപുത്ര സർവമപി വൃത്താന്തം പിത്രേ നിവേദയത്, വൈദ്യപുത്രൻ തന്റെ പിതാവിനോട് എല്ലാ വൃത്താന്തങ്ങളും എല്ലാ കഥകളും നിവേദയത് അറിയിച്ചു. പുത്രവചനാത് ഗുരുഹു സമസ്തം രഹസ്യം ജ്ഞാതവാൻ ഇതി മത്വ തതഃ ഗന്ധുമുദ്യുക്തോ തൗ ശിക്ഷോ ഗുരും സമേത്യ അവദതാം. ഗുരുവിനോട് ഈ രഹസ്യങ്ങളൊക്കെ ഗുരുവിനോട് പറഞ്ഞിട്ടുണ്ടാകും, ഗുരുവിന്റെ പുത്രൻ പറഞ്ഞിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കിയ ശിഷ്യന്മാര് രണ്ടുപേരും ഗുരു സമേത്യ അവദതാം, ഗുരുവിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഭോ മഹാശയ ആവാം ഗന്ധും ഇച്ഛാമഹ ഇതി. അല്ലയോ മഹാശയ, ഞങ്ങൾ പോകുവാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഭവന്തൗ കൗ. അപ്പോ വൈദ്യൻ ചോദിക്കാണ്, ഭവന്തൗ കൗ, നിങ്ങൾ രണ്ടുപേര് ആരാണ്? കിമർത്ഥമത്ര ആഗതവന്തൗ, എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്? സത്യം വദതാം, സത്യം പറയൂ. ഇതി വൈദ്യസ്യ വചനം ശ്രുത്വ തൗ പുനരഭി അവദതാം. ഇങ്ങനെയുള്ള വൈദ്യന്റെ വചനം കേട്ടിട്ട് തൗ പുനരഭി അവദതാം, ആ രണ്ട് ശിഷ്യന്മാര് ഇപ്രകാരം ഇങ്ങനെ വീണ്ടും മറുപടി പറയാണ് ചെയ്യുന്നത്. മറുപടി പറയുന്നു. ആവാം ആയുർവേദസ്യ പ്രചാരണാർത്ഥം ഭൂമൗ ആഗതവന്തോ ദേവവൈദ്യോ. ഞങ്ങളെ ആയുർവേദസ്യ പ്രചാരണാർത്ഥം, ആയുർവേദം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഭൂമൗ ആഗതവന്തോ, ഭൂമിയിൽ വന്ന ദേവവൈദ്യന്മാരാണ് എന്ന് പറയാണ്. ആവാം ഏവ പുര പക്ഷിരൂപേണ ഭവന്തം പരീക്ഷിതവന്തോ വിധി. ഞങ്ങള് പണ്ട് പക്ഷിരൂപേണ ഭവന്തം പരീക്ഷിതവന്തോ വിധി, ഞങ്ങള് അങ്ങയെ പക്ഷികളുടെ രൂപത്തിൽ വന്ന് പരീക്ഷിച്ചതും ഞങ്ങൾ തന്നെയാണ്. അനന്തരം ഗുരുദക്ഷിണ രൂപേണ അമൂല്യമേകം ഗ്രന്ഥം വൈദ്യായ സമർപ്പയതാം. അനന്തരം ഗുരുദക്ഷിണ രൂപത്തിൽ അമൂല്യമായ ഒരു ഗ്രന്ഥം വൈദ്യന് അവര് സമർപ്പിച്ചു. തയോഹോ അശ്വിനി ദേവയോഹോ അനുഗ്രഹേണ കീർത്തിം പ്രാപ്ത ആലത്തിയൂർ നമ്പി പശ്ചാത് അഷ്ടവൈദ്യാനാം മധ്യേ പ്രമുഖ സ്ഥാനം അവാബ. അവര് രണ്ടുപേര്, അതായത് ദേവവൈദ്യന്മാരാണെന്ന് പറഞ്ഞു. ആ ദേവവൈദ്യന്മാരെന്ന് പറയണത് അശ്വിനി ദേവന്മാരാണ്, രണ്ടുപേരാണ്. ആ അശ്വിനി ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് കീർത്തി പ്രാപ്ത, അദ്ദേഹത്തിന് കീർത്തി പ്രാപ്തമാവുകയും ആലത്തിയൂർ നമ്പി പശ്ചാത്, ആലത്തിയൂർ നമ്പി പിന്നീട് അഷ്ടവൈദ്യാനാം മധ്യേ, അഷ്ടവൈദ്യന്മാരുടെ ഇടയിൽ പ്രമുഖ സ്ഥാനം അവാബ, വളരെ പ്രമുഖമായ സ്ഥാനം നേടി എന്ന് അർത്ഥം. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ദ്വിതീയ പാഠ കോരുക്ക് എന്നുള്ള പാഠഭാഗത്ത് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുത്ത പേജില് പദച്ഛേദ, പേജ് നമ്പർ 14, പദച്ഛേദ, അത് ടീച്ചർ വായിച്ചു പോവാം. അന്യതമോസ്തി അന്യതമഹ അധികം അസ്തി, കോരുക് കഹ അധികം അരുക്, യോ നരഹ യഹ അധികം നരഹ, ഗദാവിവ ഗദൗ അധികം ഇവ, പഠനമാരഭത പഠനം അധികം ആരഭത, സമർത്ഥാവഭി സമർത്ഥൗ അധികം അഭി, തസ്മിൻ അവസരെ തസ്മിൻ അധികം അവസരെ, നാസീദ് നാ അധികം ആസീദ്, പുത്രസ്തു
പുത്രഹ അധികം തു. പുത്രാസ്തു പുത്രഹ അധികം തു. സർവം അഭി സർവം അധികം അഭി. പുനരഭ്യവദതാം പുനഃ അധികം അഭി അധികം അവദതാം. ഗന്തും ഇച്ഛാവഹ ഗന്തും അധികം ഇച്ഛാവഹ. ഇനി പഠന പ്രവർത്തനമാണ്. അതിലെ ആദ്യത്തെ പഠന പ്രവർത്തനം ആ പേജിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങളോട് കഥാം കക്ഷ്യായാം അവതാരയതു, നിങ്ങളോട് ആ കഥ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് കേട്ടോ. നമുക്ക് അടുത്ത പേജ് നോക്കാം. രണ്ടാമത്തെ പഠന പ്രവർത്തനത്തിൽ പറയുന്നത് പാഠഭാഗം പഠിത്വ കഥാമിമം സ്വവാക്യേഹി ലിഖതു എന്നാണ്. പാഠഭാഗം നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങളെ സ്വന്തം വാക്യത്തിലെ കഥ എഴുതാനാണ് പറയുന്നത്. മൂന്നാമത്തത് വൈദ്യഭവനാത് ഗന്ധും ഇച്ഛതോഹോ ബാലകയോഹോ വൈദ്യായ ച ഭാഷണം സംഭവ്യ ലിഖതു. ഭവനാത് ഗന്ധും ഇച്ഛത, അവിടെ വൈദ്യന്റെയും ആ കുട്ടികളുടെയും സംഭാഷണം അതായത് നമ്മുടെ സംഭാഷണ ശൈലി എഴുതാനാണ് പറയുന്നത്. ഇനി അടുത്തത് കഥാസ്തംഭം ക്രമീകരോതു, അത് നമുക്ക് ആവശ്യമാണ്. കഥാസ്തംഭം ക്രമീകരോതു, അവിടെ ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് കഥാഭാഗം നമുക്ക് ഓർമ്മയുണ്ട് അല്ലെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് ചെയ്യാനായിട്ട് പറ്റും. ആ കഥാഭാഗം ഓർഡർ ആക്കാനാണ് അവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തത് ഏതായിരിക്കും? ആദ്യ ടീച്ചർ അത് വായിക്കാം. തൗ ശിഷ്യത്വേന സ്വീകൃത്യ വൈദ്യ പാഠനം ആരഭത. കോരു കിതിരടന്തൗ ഗഗോ അപശ്യത്. വൈദ്യപുത്ര സർവമഭിവൃത്താന്തം പിത്രേ നിവേദയത്. മസ്തകെ ഔഷധലേപനം അകുരുതാം. ആലത്തിയൂർ നമ്പി അഷ്ടവൈദ്യാനാം മധ്യേ പ്രമുഖം സ്ഥാനം അവാപ. ആലത്തിയൂർ നമ്പി പ്രതിദിനം കുലദേവതാ മന്ദിരം ഗച്ഛതി സ്മ. കശ്ചന ഗ്രാമീണ ശിരോവേദനയാ വൈദ്യസ്യ ഗൃഹം പ്രാപ്തവാൻ. ഇങ്ങനെ അവിടെ 7 എണ്ണാണ് തന്നിട്ടുള്ളത്. അതില് ആദ്യത്തത് വരുന്നത് നമുക്കറിയാം അല്ലെ, ആലത്തിയൂർ നമ്പി പ്രതിദിനം കുലദേവതാ മന്ദിരം ഗച്ഛതി സ്മ, അതാണ് ഒന്നാമത്തത്. ഇനി രണ്ടാമത്തത് കോരു കിതി രടന്തൗ ഗഗോ അപശ്യത്, രണ്ടാമത്തത്. മൂന്നാമത്തത് തൗ ശിക്ഷത്വേന സ്വീകൃത്യ വൈദ്യ പാഠനം ആരഭത. 4 കശ്ചന ഗ്രാമീണ ശിരോവേദനയാ വൈദ്യസ്യ ഗൃഹം പ്രാപ്തവാൻ. 5 മസ്തകെ ഔഷധലേപനം അകുരുതാം. 6 വൈദ്യപുത്ര സർവമഭിവൃത്താന്തം പിത്രേ നിവേദയത്. 7 ആലത്തിയൂർ നമ്പി അഷ്ടവൈദ്യാനാം മധ്യേ പ്രമുഖ സ്ഥാനം അവാപ. അപ്പോ അത് മനസ്സിലായി എന്ന് വിചാരിക്കണു. ഓർഡർ ആക്കിയിട്ട് എഴുതാനുള്ളതാണ്, ആ പാഠഭാഗത്തിന്റെ ഓർഡർ പ്രകാരം എഴുതാനുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുത്ത പേജില് പേജ് നമ്പർ 16 രണ്ടാമത്തെ പഠന പ്രവർത്തനം നോക്കാം. പാഠഭാഗം പഠിത്വ അവ്യയപദാനി ചിത്വ പട്ടികം പൂരയതു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ അവ്യയപദങ്ങൾ എടുത്തിട്ട് പട്ടിക പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, പാഠഭാഗത്ത് നിന്ന് എടുത്തിട്ട്. അപ്പൊ ത്വാന്തത്തിൽ അവിടെ വരുന്ന നമുക്കറിയാം, എന്നുള്ളത് അവസാനത്തിൽ വരുന്നതാണ് ത്വാന്തം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലബന്ധവും പഠിച്ചിട്ടുണ്ട്, അതുപോലെ തുമുനന്തം, അതുപോലെ അവ്യയ പദങ്ങളും പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ദ്വന്ദ്ത്തിൽ അവിടെ പാഠഭാഗത്ത് വരുന്നത് ശ്രുത്വ എന്നുള്ളത് മാത്രമാണ്. പിന്നത്തെ ലബന്ധത്തിൽ വരുന്നത് സ്വീകൃത്യ, ആനീയ, നിലീയ, വിജ്ഞായ എന്നുള്ള അതൊക്കെ അതിൽ വരുന്നുണ്ട്. തുമുനന്തത്തിൽ വരുന്നത് ഗന്ധും എന്നുള്ളതാണ്. ഇനി അന്യാനി, അതായത് അവ്യയ പദങ്ങളാണ്. അവ്യയ പദങ്ങളിൽ വരുന്നത് തു, അതുപോലെ പുനഃ, ച, ഏവ, തത്ര, അഭി, അത്ര, ഇതൊക്കെ അവ്യയ പദങ്ങളില് വരുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് രണ്ടാമത്തെ പാഠഭാഗത്തുള്ള പഠന പ്രവർത്തനങ്ങള്. അപ്പൊ നിങ്ങള് പാഠഭാഗം നന്നായി വായിച്ചു നോക്കുക, വായിച്ച് മനസ്സിലാക്കണം. അത് നല്ലൊരു കഥയാണ്. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ ലബന്ധവും താന്തവും തുമനന്തവും ഒക്കെ പഠിക്കാനുള്ളതാണ്. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ ആ പാഠഭാഗം നന്നായിട്ട് പഠിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവാൻ ഷെയർ ചെയ്ത് കൊടുക്കുക. ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇനി മൂന്നാമത്തെ പാഠഭാഗവുമായിട്ട് വീണ്ടും കാണാം. ബൈ.